കൊച്ചിയിലുള്ളവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. മസ്റ്റ് ആയിട്ടും അർദ്ധരാത്രി ട്രാവൽ ചെയ്യുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും അതുപോലെ ഫാമിലി ജോലി. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് യുവാവിനെ നടുറോഡിൽ മർദ്ദിച്ചു കൊലപ്പെടുത്തി. തിരുവല്ല സ്വദേശിയായ സുമനാണ് മരിച്ചത്. ബാറിൽ നിന്ന് മദ്യപിച്ചിറങ്ങിയ ശേഷമായിരുന്നു സംഘർഷം. സംഭവത്തിൽ വിഴിഞ്ഞ സ്വദേശികളായ അച്ചു എസ് ബാബു, സൂര്യജിത്ത്, അനന്തു കൃഷ്ണ. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഒരു ചാനലിലോട്ട് സ്വാഗതം. അപ്പൊ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തപ്പോൾ തന്നെ ഏഷ്യാനെറ്റിൽ കണ്ട ഒരു ന്യൂസ് ആണിത്. അപ്പം കുറെ അധികം നാളുകളായിട്ട് നമ്മൾ ഈ ന്യൂ ഇയർ തൊട്ട് കാണുന്ന ഒരു ഇതാണ്. അതായത് ഡിസംബർ 31 നമ്മൾ സെയിം ഇതുപോലത്തെ ഒരു ഇതുപോലത്തെ ഒരു വാർത്ത കേട്ടാണ് നമ്മൾ ഉറങ്ങിയത്. ന്യൂ ഇയറിന് അന്നും ഒരു കുട്ടിയിൽ കല്ലിൻ്റെ ഇടിച്ച് ഇതുപോലെ ചെയ്ത ഒരു വാർത്ത കണ്ടുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റത്. ന്യൂ ഇയർ വരെ വരത്തത് അങ്ങനെയാണ് കേരളത്തിൽ. അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്? നമ്മളൊക്കെ ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും? നിസ്സാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യത്തിനാണ് കയ്യാങ്കളി അല്ലേ? പണ്ടൊക്കെ ചുമ്മാ നമ്മൾ ഈ കവലകളിലൊക്കെ ചേട്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ചേട്ടന്മാര് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇന്നൊരു വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അവര് തോളി കൈയിട്ടിട്ട് നടക്കും. പക്ഷെ അതിനോടൊക്കെ ഉപരി ഇപ്പം കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് അവന്മാരുടെ ദേഷ്യം ഇങ്ങനെ തീർക്കുന്നത് എങ്ങനെയാണ്? ഒരുത്തനെ തീർത്തുകൊണ്ടാണ് ദേഷ്യം തീർക്കുന്നത്. ചേടാ, എനിക്ക് വളരെ വിഷമവും എന്തോ ഒരു ഒരു ഭാരം എടുത്ത് നെഞ്ചത്ത് വെച്ച പോലെയാണ് നമുക്ക് ഈ ഒരു വാർത്തയൊക്കെ കാണുമ്പോൾ അല്ലേ നമുക്ക് തോന്നുന്നത്. ഈ നമ്മുടെ ഭാവി എങ്ങോട്ടാണ്? നമ്മുടെ കുട്ടികൾ ഏത് രീതിയിലാണ്? നമ്മുടെ കുട്ടികൾ നമ്മൾ ഏത് കാറ്റഗറീസിൽ പെടുത്തണം? ഒരു മനസാക്ഷി എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. നമുക്ക് ഒരാളെ വന്ന് ആഞ്ഞടിച്ചാൽ തന്നെ നമുക്ക് എന്തോ പോലെയാണ് അല്ലേ? നമുക്ക് എന്തോ കുറ്റബോധം തോന്നും. ആ ഒരു സ്ഥിതിയിൽ നിന്നൊക്കെ മാറി അവന്റെ ദേഷ്യം തീർക്കുന്ന വരെ നടു റോഡിലിട്ട് ഇങ്ങനെ അടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഒരു മോശമായിട്ടുള്ള രീതിയിലൂടെയാണ് നമ്മുടെ നാടുകൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടാണ് സ്കൂളിലുണ്ടാകുന്ന വഴക്കുകൾ, സ്കൂൾ പിള്ളേർ തമ്മിലുണ്ടാകുന്ന വഴക്കുകൾ. ഇടിക്കടാ അവന്, ഇടിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തൻ എന്നിട്ട് ക്യാമറ പിടിച്ചോണ്ടിരിക്കണം. ക്യാമറ പിടിച്ചോണ്ട് നിൽക്കുന്നവന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുക. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക, നമ്മുടെ കൂട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാക്കുക, നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? അവന്മാരെ തമ്മിൽ പിടിച്ചു മാറ്റാൻ നോക്കും. ഇതൊക്കെ നേരെ തിരിച്ച് വിപരീതപരമായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് യുവാവിനെ നടുറോഡിൽ മർദ്ദിച്ചു കൊലപ്പെടുത്തി. തിരുവല്ല സ്വദേശിയായ സുമനാണ് മരിച്ചത്. ബാറിൽ നിന്ന് മദ്യപിച്ചിറങ്ങിയ ശേഷമായിരുന്നു സംഘർഷം. സംഭവത്തിൽ വിഴിഞ്ഞ സ്വദേശികളായ അച്ചു എസ് ബാബു, സൂര്യജിത്ത്, അനന്തു കൃഷ്ണപ്രസാദ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. അത്യന്തം നടുക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശിയായിട്ടുള്ള സുമൻ എന്ന് പറയുന്ന വ്യക്തിയെ രണ്ടുപേർ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ഉള്ള അപ്പം ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ബാറിൽ വെച്ചുണ്ടായ സംഘർഷമാണ്, ഒരു വാക്കേറ്റമാണ് ഇങ്ങനെ ഒരു ആരും കൊലയിൽ തീർന്നത്. സഹോദരങ്ങൾ പിടിയിലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ ഒരു വിഷു ആയിരുന്നു. ഒരു വിഷു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവന്മാര് ലഹരിയിലാണ്. എമ്മിന്റെയും മദ്യം കള്ളിന്റെ ഒക്കെ ഒരു കൂത്താട്ടമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ LDF സർക്കാർ നമ്മുടെ ഈ ഇങ്ങോട്ട് രംഗത്തോട്ട് വന്നപ്പോഴത്തേക്ക് അവർ തന്നൊരു വാഗ്ദാനമായിരുന്നു, കൂടുതലും ബാറുകൾ അടച്ചു പൂട്ടും. പക്ഷെ അത് ഒരു പക്ഷെ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ അത് ചെയ്തായിരുന്നു. 10%, ഓരോ വർഷം 10% വെച്ച് ബാറുകൾ പൂട്ടിച്ചേർന്നു. അങ്ങനെ നമ്മുടെ എരുമേലിൽ ബാറില്ല, അങ്ങനെയാണ് അതൊക്കെ പൂട്ടിപ്പോയത്. അതേസമയം ഇവര് LDF വരും, എല്ലാം ശരിയാവും, ഇതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവര് രംഗത്തോട്ട് വന്ന് അവരുടെ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് അവരൊരു പോഷകമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയും അത് മാത്രമല്ല കൂടുതൽ ബാറുകൾക്ക് ലൈസൻസ് പെട്ടെന്ന് ദ്രുതഗതിയിൽ ലൈസൻസ് കൊടുക്കും. അതുപോലെ തന്നെ സമയം ദീർഘിപ്പിച്ചു. ബാറുകളുടെ 10 മണി എന്നുള്ളത് 12 മണിയിലോട്ടാക്കി നീട്ടി വെച്ചു. എന്നിട്ട് ലൈസൻസ് വളരെ പെട്ടെന്നാണ് കൊടുക്കുന്നത്. ഒരു 10 ലക്ഷം വാരി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറിന് ലൈസൻസ് ആയി, അല്ലെങ്കിൽ 20 ലക്ഷം വാരി എറിഞ്ഞാൽ ബാറിന് ലൈസൻസ് ആയി. വളരെ പെട്ടെന്നാണ് ഒരു സംരംഭം അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ LDFന്റെ ആ ശുഷ്കാന്തി നിങ്ങൾ നോക്കണം കേട്ടോ, വളരെ വലിയൊരു ശുഷ്കാന്തി തന്നെയാണ്. ഇവിടെ ഒന്നും അറുതി വരുത്താൻ പോകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ പലതവണ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള എറണാകുളം ഇപ്പൊ ഒരു എമ്മിന്റെ ഒരു ഹബ്ബായിട്ട് മാറിയിരിക്കുന്നു. പണ്ട് പഞ്ചാബ് ഒക്കെ ആയിരുന്നു അതിന്റെ ഹബ്ബ്, പക്ഷെ ഇപ്പം എറണാകുളം അതിന്റെ മെയിൻ ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണ്. പരസ്യമായിട്ടാണ് അവിടെ ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, ജോയിന്റ്, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ ഇവിടെ നിലവിൽ നടക്കുന്നത്. അത് മാത്രമല്ല കോർപ്പറേഷന്റെ അണ്ടറിലുള്ള കെട്ടിടങ്ങളാണ് ഇത് പലയിടത്തും വിൽക്കുന്നത്. മാല പോലെ പല വർണ്ണങ്ങളിലുള്ള ഒരു ലഹരി വസ്തുക്കളും ഈ കോർപ്പറേഷന്റെ അണ്ടറിലുള്ള കെട്ടിടങ്ങളാണ് ഇത് വിറ്റഴിക്കുന്നത്. അവിടെ തന്നെ ബംഗാളികളൊക്കെ വളരെ സുലഭമായിട്ടാണ് സിറിഞ്ചൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ ഒന്ന് നിങ്ങൾ നോക്കണം. സിറിഞ്ചുകളുടെ കൂമ്പാരമാണ് അവിടെ കാണുന്നത്. ഇത് പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു 10-40,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വീണ്ടും വരും.
പോലീസുകാരും ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. എന്തിനേറെ നമ്മുടെ മരടനീഷ് എന്ന് പറഞ്ഞ പുള്ളി വന്നിട്ട് ഒരു ഗുണ്ട തലനാണ്, ഫേമസ് ഗുണ്ടയാണ്. അങ്ങനെ വന്നിട്ട് പരസ്യമായിട്ട് ഇന്ന പരിപാടി നടക്കുന്നതെന്ന് എത്ര തവണ വിളിച്ച് പറഞ്ഞിട്ട് പോലീസ് അയ്യോ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ഇത് ഞങ്ങളുടെ അണ്ടറിൽ വരുന്നല്ലെന്ന് പറഞ്ഞിട്ട് പോലീസ് മുഖം തിരിഞ്ഞു പോകുന്ന കാഴ്ചകൾ കാണുന്നുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ സുനിലോജിയെ കുറിച്ചൊക്കെ ആണെങ്കിൽ ഒരുപാട്, കാന്താരി ബാറിനെ കുറിച്ചാണെങ്കിൽ പറയാനില്ല. എനിക്കൊന്ന് ഇനി അന്ന ജോൺസൺ, അത് നമുക്കറിയാം നമ്പർ 18 ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അന്ന ജോൺസൺ അടുത്ത അതിന്റെ ഒരു തെളിവും കാര്യങ്ങളുമായിട്ട് വരുന്നുണ്ടെന്നു. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതൊക്കെ ഒന്ന് നിർത്തലാക്കണം, ഭാവി തലമുറ പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. എറണാകുളത്ത് സോംബികളെ പോലെ നടക്കുന്നത്, അതായത് അതൊരു നമ്മള് എന്താണ് അമേരിക്കയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ്സ് കാര്യങ്ങളാണ്. അതായത് കുതിരകൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ, അതുമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ഡ്രഗ്സ് ആയിട്ട് നമുക്ക് മനുഷ്യർക്ക് എഫക്ട് ചെയ്യും. അത്തരം എന്താണ് സൈലറ്റീൻസും പോലെയുള്ള ആ ഒരു ഡ്രഗ് ഒക്കെ ഇവിടെ സുലഭമായിട്ട് ലഭിക്കുകയും അത് ഇവിടെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കണ്ടാലറിയാം ശരിക്കും ആ സോംബി നഗരം പോലെ അങ്ങനെ ഒരു എന്താണ് എവല്യൂഷനോട്ട് കിടക്കുകയാണ് നമ്മുടെ കേരളം അല്ലെങ്കിൽ എറണാകുളം. ആ രീതിക്ക് നടക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിച്ചത്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ കുട്ടികൾ പലരും ഇതിന് അഡിക്റ്റ് ആണ്. താൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അവർക്ക് അറിയത്തില്ല. എന്നിട്ടാണ് ഈ മാതിരി കാട്ടിക്കൂട്ടലൊക്കെ കാണിച്ചു പോകുന്നത്. അവരുടെ ഭാവി ഒരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതൊക്കെ നോർമലൈസ് ആണ്, കള്ളിവള്ളി ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് കുട്ടികളുടെ ഒക്കെ പോക്ക്. ബാക്കി ആളുകൾ ചേർന്നുകൊണ്ട് സംഘം ചേർന്ന് മർദ്ദിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും അതിനുശേഷം ആ മർദ്ദനത്തിൽ സുമൻ കൊല്ലപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് സംഭവിച്ച് ഇതിന്റെ പിന്നിൽ നടന്ന കഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മുക്കോലയിലുള്ള ഒരു ബാറിൽ ഇവരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു. അതിൽ വിഴിഞ്ഞം സ്വദേശികളായിട്ടുള്ള അല്ലെങ്കിൽ വിഴിഞ്ഞം തിരുവല്ലം സ്വദേശികളായിട്ടുള്ള അച്ചു എന്ന് പറയുന്നതും അനന്തു എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങളുണ്ട്. ഈ സഹോദരങ്ങളും അതേ സമയം അവിടെ ബാറിലുണ്ടായിരുന്നു. ഇവരും ഷെരീഫ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുമായി ആ ബാറിനുള്ളിൽ വെച്ച് ആദ്യഘട്ടത്തിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഈ തർക്കത്തിനിടയിലേക്ക് സുമൻ എന്ന് പറയുന്ന വ്യക്തി ഈ വാക്കുതർക്കം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അതിൽ ഇടപെടാൻ മധ്യസ്ഥനായി അതിലേക്ക് വന്നു ചേർന്നതായിരുന്നു. പിന്നീട് ഈ സുമന് നേരെ ഈ യുവാക്കൾ തിരിഞ്ഞുകൊണ്ട് ആ സംഘർഷം അത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു. ആദ്യം ബാറിനുള്ളിൽ വെച്ച് ഈ സുമനും ഒപ്പം തന്നെ മരണപ്പെട്ട സുമനും ഒപ്പം തന്നെ അച്ചുവും അനന്തവും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാവുകയും പിന്നീട് ഇവരുടെ സുഹൃത്തുക്കൾ കൂടി ആ ഒരു വാക്കുതർക്കത്തിലേക്ക് ചേരുകയും ചെയ്തു. ഒടുവിൽ ബാറിനുള്ളിൽ വലിയ രീതിയിൽ സംഘർഷം ഉണ്ടായപ്പോൾ ജീവൻ രക്ഷാർത്ഥമാണ് സുമൻ ബാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങി ഓടിയ സുമനെ വീണ്ടും ഈ യുവാക്കൾ പിന്നാലെ എത്തിക്കൊണ്ട് വലിയ രീതിയിൽ മർദ്ദനം തുടരുകയായിരുന്നു. കഴുത്തിലും ഒന്നും പറയാനില്ല. ഞാൻ നോക്കട്ടെ ഈ വിഷ്വൽസ് വെക്കണോ വേണ്ടതെന്ന് എനിക്ക് ആ വിഷ്വൽസ് വെക്കാൻ തോന്നുന്നില്ല. കാരണം ഈ മർദ്ദിക്കുന്നത് അപ്പൊ അതിനകത്ത് പറയുന്ന വ്യക്തമുണ്ട്, മതിയട നിർത്തടാന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പിള്ളേരുടെ മാനസിക എനിക്കതിനകത്ത് എന്താ പറഞ്ഞ അവരുടെ മാനസിക പിരിമുറുക്കം ഇത്രത്തോളമാണ്. അവർക്ക് ഇത് പോട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് ഇത് ക്ഷമിക്കാനുള്ള ആ ഒരു പേഷ്യൻസ് ഇല്ലായ്മ. പിന്നെ അവർ നമ്മള് പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കളിച്ചും ചിരിച്ചും ഒക്കെ കഴിഞ്ഞിരുന്നു. നമ്മളിപ്പം ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞാൽ ഫോണിലോട്ട് അഡിക്റ്റ് ആണ്, മറ്റു പല കാര്യങ്ങളിലും അഡിക്റ്റ് ആണ്. എന്താണ് ബോഡി സ്ട്രക്ചർ എല്ലാം വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളിലും നമ്മുടെ ബ്ലഡിൽ കലരുന്ന ഓരോ വസ്തുക്കളുമായിട്ട് നമ്മുടെ എന്താണ് ഡോപ്പമിൻ, നമ്മുടെ ബ്രെയിൻ, അതുപോലെ തന്നെ ഹോർമോൺസ് എല്ലാം വ്യതിയാനമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ കുട്ടികൾ പുതുതലമുറ വളരെ കുറച്ച്, എല്ലാവരും അല്ല കുറച്ച് പേരെങ്കിലും ഒരു മൃഗതുല്യരായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നവരെ ശ്രദ്ധിക്കുക. ബൈ.